നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ, എന്താ വിളിച്ചിട്ട് എടുക്കാത്തെ? മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ചിട്ട് നിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആകെ ആളും ബഹളമൊക്കെയാ. സംസാരിക്കാൻ ഒരു അവസരം കിട്ടണ്ടേ? എന്തായി? പേടിക്കാനൊന്നുമില്ല. ഓ, അപ്പൊ അമ്മ എഴുന്നേക്കോ? ഇല്ല, നമുക്ക് പേടിക്കാനൊന്നുമില്ല. തള്ളയുടെ അവസ്ഥയിൽ കാര്യമായ മാറ്റമൊന്നുമില്ല. അപ്പൊ പിന്നെ മഞ്ജുവിന്റെ കയ്യിൽ അമ്മ പിടിച്ചതാ? അതൊന്നും എനിക്കറിയില്ല. ആശുപത്രി കൊണ്ടുപോയി നോക്കിയപ്പോ ഒരനക്കവും ഇല്ല. കൊറേ ടെസ്റ്റുകളൊക്കെ നടത്തി. വലിയ മാറ്റമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അയാള് പറയുന്നത് കേട്ട് സമാധാനമായിട്ട് ഇരിക്കണ്ട. അമ്മ അഭിനയിക്കുന്നതാണെങ്കിലോ? ഇതൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണ്ടേ? അമ്മയ്ക്ക് നീ മരുന്ന് കൃത്യമായിട്ട് കൊടുക്കുന്നില്ലേ? ആ, അതൊക്കെ ഞാൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണോ അമ്മ കൈ പൊക്കിയത്? ഇനി അങ്ങനെ സംഭവിക്കരുത്. നീ മരുന്നിന്റെ ഡോസ് കൂട്ടിക്കൊടുത്തോ? അയ്യോ, ഡോസ് കൂട്ടിക്കൊടുത്താ മതിയായിരുന്നല്ലേ? ഞാനത് ആലോചിച്ചില്ല. എടി, ഞാനൊരു നേഴ്സാ. എന്നെ നീ പഠിപ്പിക്കാൻ വരണ്ട. ഡോസ് കൂട്ടിക്കൊടുത്താലേ തള്ള തട്ടിപ്പോവും. തട്ടിപ്പോട്ടെ, അതുകൊണ്ട് എന്താ? നിനക്ക് നിന്റെ അമ്മ മരിക്കുന്നതിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ എന്റെ കാര്യം അങ്ങനല്ല. ആ തള്ള മരിച്ചാ പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അത് മാത്രമല്ല, മഞ്ജുവിന് ഇപ്പോഴേ ചില സംശയങ്ങളുണ്ട്. ഭാനുമതി അമ്മയുടെ മരണത്തിൽ സംശയം തോന്നി പോസ്റ്റ്മോർട്ടം അങ്ങനെ നടത്തിയ ഞാനാ കുടുങ്ങുക. അങ്ങനെ റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കെന്റെ ലക്ഷ്യങ്ങളാണ് വലുത്. അമ്മ എഴുന്നേറ്റാ നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി ഞാൻ നിന്റെ ഇഷ്ടങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യില്ല. അമ്മ എഴുന്നേറ്റാലേ എനിക്ക് മാത്രമല്ല പ്രശ്നം. നിന്നെ കുറിച്ചുള്ള സത്യങ്ങൾ അമ്മ ഗിരിയേട്ടനോട് പറഞ്ഞാലോ? നീ പറഞ്ഞൊരു നുണ കാരണമാണ് ഗിരിയേട്ടന്റെ കുടുംബം തകർന്നതെന്ന് ഏട്ടൻ അറിഞ്ഞാ പിന്നെ നിന്നെ ജീവനോടെ വെക്കില്ല. മഞ്ജു നിന്നെ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. ഹലോ 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 ഹലോ. എന്തു പറ്റി? നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഓ, അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്. എന്തിനത്ര ദേഷ്യത്തിൽ നിൽക്കുന്നെ? ആ, ഭാനുവാഞ്ചി എഴുന്നേറ്റാ സ്വപ്നയ്ക്ക് എന്തോ വിഷമുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ. ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നീ എന്തിയോടി? ഒന്ന് നിർത്തുന്നുണ്ടോ? ഭാനുമതി അമ്മയ്ക്ക് വയ്യാതായി എന്നറിഞ്ഞ് വിഷമത്തിൽ നിൽക്കുമ്പോ തന്നെ വേണോ നിനക്ക് സ്വപ്നയോട് വഴക്കുണ്ടാക്കാൻ? അതിന്റെ വിഷമമൊന്നും ഇവൾക്കുള്ളത് പോലെ തോന്നുന്നില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. എനിക്ക് വിഷമമുണ്ടെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ദൈവം സഹായിച്ച് അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി നിന്നെ വിശ്വസിപ്പിക്കാൻ അമ്മ ആശുപത്രിയിൽ പോയെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ നെഞ്ചത്തടിച്ച് കരയണോ? ഇവള് പറയുന്നൊന്നും മോള് കാര്യമായിട്ട് എടുക്കണ്ട. കുടുംബസ്നേഹം തന്നെ അറിയാത്തവളാ ഇവള്. മോക്ക് ഭാനുമതിയമ്മയെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രൈവറോട് പറയാം. അയാൾ വീട്ടിൽ കൊണ്ടാക്കും. വേണ്ടച്ചാ, അവിടെ ഇപ്പോ മഞ്ജു മഹിമയൊക്കെ ഉണ്ട്. ഞാൻ അവരെ കണ്ട ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് വഴക്കാവും. അമ്മ ഇങ്ങനൊരവസ്ഥയിലിരിക്കുമ്പോ വെറുതെ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കണോ? അതമ്മയ്ക്ക് കൂടുതൽ വിഷമാവും. അത് ശരിയാ. എന്നാ മോള് രാവിലെ പോയാ മതി. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് മാത്രമേ കുടുംബസ്നേഹം ഉള്ളൂന്ന്. കുറച്ച് വൈകിയാണെങ്കിലും നിന്നെക്കാളും മെച്ചം ഞാനാണെന്ന് അച്ഛന് മനസ്സിലായല്ലോ. എനിക്ക് സന്തോഷായി.
കുറെ പ്രതീക്ഷിച്ചു. അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഹോമയിൽ കിടന്നിരുന്ന ഒരു രോഗി ഒരാളുടെ കൈ പിടിക്കുന്നത് ചെറിയ കാര്യമല്ല. അപ്പോ ഡോക്ടർ അമ്മയുടെ കാര്യത്തിൽ വലിയ പുരോഗതി ഇല്ലെന്ന് പറഞ്ഞത്? ചില കാര്യങ്ങള് ഡോക്ടർമാരുടെ ശക്തിക്കും അപ്പുറമാ. ജീവിതകാലം മുഴുവൻ വീൽചെയറിൽ കഴിയേണ്ടി വരുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ എത്രയോ രോഗികൾ സ്വന്തം മനസ്സിന്റെ ശക്തി കൊണ്ട് എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ലേ? ഇതും അതുപോലെ തന്നെയാ. ഭാനുമതി അമ്മ ഈ അവസ്ഥയെ പൊരുതാൻ തീരുമാനിച്ച ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ജീവിക്കാൻ ഒരു ആഗ്രഹം തോന്നണമെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. ഏത് സമയവും ആ മുറിയിൽ തന്നെ അമ്മ ഇരുത്തിയ മനസ്സ് മടുക്കും. ഇടയ്ക്കൊക്കെ അമ്മ ഈ വീൽചെയറിൽ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകൂടെ? ഇങ്ങനെ വെറുതെ കയറി വന്ന് കുറ്റം പറയാൻ ആർക്കും പറ്റും. ഇത്രയും കാലം അമ്മയെ നോക്കിയതിന്റെ കഷ്ടപ്പാട് എനിക്കറിയൂ. ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ നോക്കാൻ നിൽക്കുന്നെ? സൗകര്യമില്ലെങ്കിൽ ഇറങ്ങി പൊക്കൂടെ? ഈ നാട്ടിലെ ഹോം നഴ്സുമാർക്ക് ഒരു കുറവുമില്ല. അമ്മയ്ക്ക് എന്തോ ഒരു ഇമോഷണൽ ട്രിഗർ സംഭവിച്ചതുകൊണ്ടാ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത്. മഞ്ജുവിനെ കണ്ടപ്പോഴാ അമ്മയ്ക്കൊരു മാറ്റം സംഭവിച്ചു. അതുകൊള്ളാം. രാവിലെയെന്നോ രാത്രിയൊന്നും ഇല്ലാതെ അമ്മയെ നോക്കി എനിക്ക് ഒരു വിലയില്ല. ഇത്രയും കാലം ഞാൻ നന്നായി നോക്കിയതിന്റെ ഫലമായിട്ടായിരിക്കും അമ്മയ്ക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടായത്. എന്നിട്ട് ഒരു നാണവും ഇല്ലാതെ അതിന്റെ ക്രെഡിറ്റും തിരിച്ചു വന്ന ഭാര്യയ്ക്ക് കൊടുക്കുകയാണല്ലേ? നീ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അമ്മ പ്രതികരിച്ചത് മഞ്ജുവിനെ കണ്ടപ്പോഴല്ലേ? അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മഞ്ജുവിനും മോളെയും കൂട്ടിക്കൊണ്ട് ഇടയ്ക്കൊന്ന് അമ്മയെ കാണാൻ വന്നൂടെ? ഞാൻ നിന്നോട് വളരെ വലിയൊരു തെറ്റാ ചെയ്തേ. അതിന് നീ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ചെയ്ത തെറ്റിന് എന്റെ അമ്മയെ ശിക്ഷിക്കരുത്.